ഹലോ, വെൽക്കം ബാക്ക് ടു വാപ്പു നാച്ചുറൽസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒത്തിരി നാളായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു റെസിപ്പി വീഡിയോ ആണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെ മീനച്ചാർ വീട്ടിലുണ്ടാക്കാം എന്നതാണ് ഇന്നത്തെ ഈ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്കിതിന് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ കായം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വിനെഗർ, നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ എന്നും പറയപ്പെടും, ഉപ്പ്, വിനാഗിരി, പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ മീൻ വറുത്തത്. ഈ മീൻ വറുത്തതും എള്ളെണ്ണയിലാണ് ഞാൻ മീൻ വറുത്ത് വെച്ചിട്ടുള്ളത്. ഇത് നേരത്തെ കൂട്ടി ചെറിയ പീസാക്കി നല്ല ഡ്രൈ ആക്കി വറുത്തെടുക്കുക. ഇനി നമുക്ക് അടുപ്പത്തേക്ക് ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള നല്ലെണ്ണ വീത്തി കൊടുക്കുക. ആവശ്യാനുസരണം കുറച്ച് കൂടുതൽ നമുക്ക് ഈ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ ആവശ്യത്തിനുള്ള കായം, ഒരു 3 വലിയ പീസ് കായമുണ്ട്. നന്നായിട്ട് മുരിച്ചെടുക്കുക, നല്ല ഡ്രൈ ആക്കി എടുക്കുക. എങ്കിൽ മാത്രമേ പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഞാൻ വെച്ചതിൽ ശകലം മൂപ്പ് കുറവുണ്ട്. ഞാൻ രണ്ടാമത് ഒന്നും കൂടി എടുത്ത് എണ്ണയിൽ ചൂടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി ആദ്യമായിട്ട് ഇട്ട് കൊടുക്കുക. ഇഞ്ചി നന്നായിട്ട് മൂക്കണം. നന്നായിട്ട് മൂത്തതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഈ മീൻ വറുത്തപ്പോൾ ബാക്കി വന്ന കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇത് ഇത്രയും നന്നായിട്ടൊന്ന് മൂത്ത് വരണം. നന്നായിട്ടൊന്ന് കളർ മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴണ്ട് വരിക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. ഒരുപാട് ഉപ്പ് വേണ്ട, ആവശ്യത്തിന് നോക്കിയതിന് ശേഷം പിന്നെ നമുക്ക് പിന്നീട് രണ്ടാമത് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരുവിധം നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് മൂപ്പിച്ച് നല്ല ഡ്രൈ ആക്കി എടുക്കുക. ഇതിൽ കൂടെ നമുക്ക് കായവും കൂടി നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കായവും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒന്ന് നന്നായിട്ട് മൂത്തതിന് ശേഷം ഇതിലേക്ക് പിന്നെ ഉലുവയും കടുവും വറുത്ത് വെച്ചിരുന്നത്, പൊടിച്ച് വെച്ചിരുന്നത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മൂപ്പിക്കുക. നന്നായിട്ട് ഡ്രൈ ആക്കി നല്ല മൂപ്പിച്ചെടുക്കുക. പച്ചമണം മാറി വരുന്നത് വരെ കരിഞ്ഞു പോകരുത്. തീ ഒന്ന് സ്ലിം ആക്കി വെച്ചിരിക്കണം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വിനെഗർ അത്യാവശ്യം ഒരു ചെറിയൊരു ബോട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. എങ്കിലേ നമുക്കിത് വർഷങ്ങളോളം ഇരിക്കണമെങ്കിൽ കുറച്ച് വിനെഗറിൻ്റെ ആവശ്യമാണ്. അപ്പോൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ചൊന്ന് തിള വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഈ മീൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് നോക്കുക, ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഒന്നും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് മീൻ വറുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. തീ സ്ലിമ്മിലോട്ട് വയ്ക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഈ ഗ്രേവി പെട്ടെന്ന് അങ്ങ് തിക്കായി പോവും. നന്നായിട്ട് സ്ലിമ്മിലിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പും ബാക്കി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ചേർക്കാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം ഇളക്കി നല്ല പാകപ്പെടുത്തി എടുക്കുക. അതാണ് ഇതിൻ്റെ മെയിൻ പാകം. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല തിക്കായിട്ടുണ്ട്, തിക്കായി വരുന്നുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വിനിഗറോ അല്ലെങ്കിൽ പുളിവെള്ളമോ ചേർക്കാം. അത് ഗ്രേവി ആവശ്യാനുസരണമാണ്, നമ്മുടെ ഇഷ്ടം. നമുക്ക് കുറച്ചും കൂടി ഗ്രേവി വേണമെങ്കിൽ കുറച്ചും കൂടി നമുക്ക് വിനെഗറോ അല്ലെങ്കിൽ പുളിവെള്ളമോ ചേർക്കാവുന്നതാണ്. ഞാൻ ഇവിടെ കുറച്ചും കൂടി പുളിവെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. രണ്ടാമത് നല്ല തിക്കായിപ്പോയി. കുറച്ചും കൂടി പുളിവെള്ളം രണ്ടാമത് ഞാൻ ചേർത്തിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. കണ്ടില്ല, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി മീനച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരാഴ്ച കഴിയുമ്പോൾ നമുക്കെടുത്ത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്, നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ.